കൺമണിക്കിളി പൊന്നിളം കിളി രാരിരാരിരോ രാരിരാരിരോ കൺമണിക്കിളി പൊന്നിളം കിളി താഴമ്പൂക്കൾ പൂത്ത ചേലു കാണാ പാട്ടുകേട്ട് കുഞ്ഞു തൊട്ടിലിൽ കൺമണിക്കിളി എന്റെ കൂട്ടിലേ പൊന്നിളം കിളി നീ ഉറങ്ങിയോ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവു കണ്ടുവോ എൻ്റെ മോനെൻ്റെ കയ്യിൽ വരുന്നവരെ ഞാൻ അവിടെ പോവും. അയാളെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ മോനെ ഞാൻ കൊണ്ടുവരും. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും, ഇവിടെ വളർത്തും. ശശി, എന്താണ് നിനക്ക്? ഒന്നുമില്ല. കുട്ടികൃഷ്ണ, കുട്ടികൃഷ്ണ, കുട്ടിമാമൻ ഇന്നലെ രാത്രി ശരിക്കും കഷ്ടപ്പെട്ടു കുളിപ്പിച്ച് വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ. മോനെ തിരിച്ചു കിട്ടാൻ നന്ദൻ സാറിനെ കൊല്ലാനും മടിക്കില്ലാന്ന് ഇന്നലെ പറയുന്ന കേട്ടു. അത് ശരിക്കും പറഞ്ഞതാണോ അതോ അകത്ത് കിടക്കുന്ന കള്ളിന്റെ ലഹരിയിൽ വെറുതെ വീമ്പിളക്കിയതോ? ഒരു കഥയുണ്ട്. നരുന്ത് പോലൊരു പയ്യനായ കൃഷ്ണനെ കൊല്ലാൻ അതിബലവാനായ കംസൻ ആവും വിധം ശ്രമിച്ചു, നടന്നില്ല. ഇവിടെ എന്റെ കൊച്ചു കണ്ണിനെ നശിപ്പിക്കാൻ ഒരുപാട് കംസന്മാർ. നീ എന്താ
രാവിലെ പുരാണം പഠിപ്പിക്കുക? അല്ല, പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ അതിനെ നിർബന്ധിച്ചിട്ട് പ്രയോജനമില്ലാന്നറിയാം. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ആര് വിചാരിച്ചാലും എന്റെ മോന് ഒരാപത്തും വരില്ല. കാരണം എന്താണെന്നറിയോ? ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ ഒരുപാട് ധൈര്യവും ശക്തിയും ഞാൻ അവന് കൊടുത്തു. അതുമാത്രം മതി അവന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ. എന്റെ ശരീരത്തിലെ രക്തം തന്നെയാ എന്റെ കണ്ണന്റെ ശരീരത്തിലും, അറിയാലോ. എന്നോടൊപ്പം അവനില്ലെന്നേ ഉള്ളൂ. നിമിഷത്തിൽ 1000 തവണയെങ്കിലും ഞാൻ അവനെ കാണുന്നുണ്ട്, അവന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. നെഞ്ചുരുകിയുള്ള എന്റെ പ്രാർത്ഥനയുടെ ശക്തി മാത്രം മതി അവന് 100 വയസ്സ് വരെ ആയുസുണ്ടാവാൻ. ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനെന്നായിരിക്കും? ഈ വീട്ടിലേക്ക് അവനെ കൊണ്ടുവരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട്. അനന്തരാവകാശിയെ ലാളിക്കാനുള്ള കൊതിയല്ല ഈ നിർബന്ധത്തിന് പിന്നിൽ. അവനെ ബലി കൊടുത്ത് ആയുസിന്റെ ദൈർഘ്യം ഉറപ്പിക്കാൻ. അതിനുവേണ്ടി മാത്രമാ മകനോട് ഇത്ര സ്നേഹം കാണിച്ച് അമ്മ പിന്നാലെ കൂടിയിരിക്കുന്നത്. കൊന്നും കൊലവിളിച്ചും മകനെ വീണ്ടെടുക്കാൻ പരക്കം പറഞ്ഞ് നടക്കുന്നവർക്ക് ഒടുവിൽ സ്വന്തത്തിലുള്ളവരിൽ നിന്ന് ചതി പറ്റരുത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതാ. എന്താ? മാർക്കറ്റിൽ പോണം. പച്ചക്കറിയൊക്കെ തീർന്നു. തീർന്നെന്നോ? അതിന് ഇന്നലെ മിനിഞ്ഞാന്നോ അല്ലേ വാങ്ങിയത്? ഇത്ര പെട്ടെന്ന് മുഴുവനും തീർന്നോ? അത് പിന്നെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോ അത് അപ്പടി അഴുകിയതാ. നന്ദേട്ടനല്ലേ വാങ്ങിയത്? ശ്രദ്ധിച്ചു കാണില്ല, അതാവും. പോയിട്ട് വാ, ഇന്നത്തേക്കുള്ളത് വാങ്ങിയാ മതി. ശരി. കണ്ണാ, ചേച്ചി, അവള് വരുന്നുണ്ട്. എന്തൊക്കെ വീരവാദങ്ങളാടി നീ നിന്റെ മറ്റവനും കൂടി ഞങ്ങളോട് പറഞ്ഞു പിടിപ്പിച്ചത്? അവിടെ ചെന്ന് കയറി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഏൽപ്പിച്ച കാര്യം നടത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ആ സമയത്തൊക്കെ ഓരോരോ തടസ്സങ്ങളാ. അതെന്റെ കുറ്റം കൊണ്ടാണോ? നിന്റെ ആൾക്കാരുടെയും പിടിപ്പുകേട്. നിങ്ങൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ കാര്യം. കുട്ടിയെ തനിച്ചു കിട്ടുന്ന സമയം വളരെ കുറവാ. അതുകൊണ്ടാ കഴിഞ്ഞ തവണ രാത്രിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയത്. അത് നടക്കാത്ത സ്ഥിതിക്ക് എന്താ, നിന്നെക്കൊണ്ട് പറ്റില്ലെന്നാണോ? അതോ ഇത് വെച്ച് ഇനിയും വില വെച്ചാനോ? പറ്റില്ലെങ്കിൽ ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരവസരം കൂടി തരണം. അത് പാളിപ്പോകാതെ ഞാൻ നോക്കിക്കോളാം. ശരി, ഒരേ ഒരു തവണ കൂടി മാത്രം. അതും നടന്നില്ലെങ്കിൽ? അത് നടന്നിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ശരി, 2 ദിവസത്തെ സമയം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത്. കേരള
ഗായത്രി ദേവി കാണാൻ വന്നിരുന്നു അല്ലേ? വന്നു. 2 ദിവസത്തിനകം നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ വാങ്ങിയ കാശ് തിരികെ കൊടുക്കണമെന്ന്. ഇനി അവിടെ വന്ന് കുട്ടിയെടുക്കുന്ന റിസ്ക് ആയിരിക്കും. പിന്നെന്ത് ചെയ്യണ്ണ? പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റൊരു വഴിയില്ലാത്ത നിലയ്ക്ക് നീ വേണം ഇതിനൊരു പരിഹാരം കാണാൻ. സൗകര്യം പോലെ അതിനെ അങ്ങ് തട്ടിയേക്ക്, ബാക്കി ഞാൻ ഏറ്റു. ദൈവമേ, കൊല്ലാനോ? അല്ലാതെ വേറെ വഴിയില്ല. നീ പേടിക്കണ്ട. സംഭവം കഴിഞ്ഞ അപ്പം അവിടെ നിന്ന് മുങ്ങിയേക്കണം. പറ്റില്ല, എനിക്ക് പറ്റില്ല അണ്ണ. എങ്കിലൊരു കാര്യം ചെയ്യേ, നിനക്ക് തന്ന 10,000 അങ്ങ് തിരിച്ചു തന്നേക്ക്. ഞാൻ വേറെ ആളെ വിട്ടോളാം. അണ്ണ, അത് ആ കാശ് എന്റെ കയ്യിലില്ല. എങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്ക്. നിനക്ക് പറഞ്ഞതിൽ കൂടുതൽ കാശ് ഞാൻ വാങ്ങിത്തരാം. ഇതിന്റെ പേരിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ചെല്ലപ്പന നമ്പാൻ കൊള്ളില്ലെന്ന് നിനക്ക് തോന്നി തുടങ്ങിയോ? അതല്ല, എന്നാലും കൊല്ലുക എന്നൊക്കെ പറഞ്ഞ കൊല്ലണം. ഇനി അത് കഴിഞ്ഞ് എന്നെ വിളിക്കാവൂ. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. വണ്ടി എത്തിയിട്ടുണ്ട്. ഞാൻ റെഡി. പിന്നെ മോനെ ശ്രദ്ധിച്ചോണ ചേച്ചി. ആര് വന്ന് വിളിച്ചാലും വാതില് തുറക്കണ്ട. അതെന്നോട് പറയണോ? എനിക്കറിയില്ലേ. ചേച്ചിയുടെ ശ്രദ്ധക്കുറവുകൊണ്ട് കുഴപ്പമൊന്നും വരില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇവനെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് പേടിയാ. നേരം വൈകുന്നു, ഇറങ്ങാൻ നോക്ക്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാ ആകെയുള്ള സമാധാനം. ധൈര്യമായിട്ട് പോയിട്ട് വാ. അല്ല, വരാൻ വൈകുവോ? ബാങ്കിൽ കുറച്ചു നേരത്തെ പണിയുണ്ട്. അത് കഴിഞ്ഞാ ഉടനെ ഞങ്ങൾ ഇങ്ങെത്തും.
ഹലോ, എന്തായി, കഴിഞ്ഞോ? ഇല്ല, എനിക്കതിന് കഴിയില്ലണ്ണ. ഞാൻ ഇവിടുന്ന് പോവുക. എനിക്ക് വയ്യ ഇതിനൊന്നും. എന്താടി നീ പറഞ്ഞത്? നിനക്ക് വയ്യെന്നോ? പിന്നെ എന്തിനാടി നീ ആ കാശ് വാങ്ങിയത്? അതിന് നമ്മൾ തമ്മിലുള്ള കരാറ് ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കാശ് വാങ്ങില്ലായിരുന്നു. ഓഹോ, അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ നോക്കുക. ദേ ഒരു കാര്യം ഞാൻ പറയാം. ഒരേ ഒരു ദിവസം കൂടി മുന്നിലുണ്ട്. അതിനുള്ളിൽ ആ കുട്ടിയുടെ കഥ കഴിഞ്ഞിരിക്കണം. പകരം നീ ആവശ്യപ്പെട്ടതിന്റെ ഇരട്ടി പണവും രക്ഷപ്പെടാനുള്ള മാർഗവും ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. എന്ത് തരാന്ന് പറഞ്ഞാലും എന്നെ കൊടുത്ത് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇവിടുന്ന് പോവുക. കുടുംബിനി പരമ്പര തുടരുന്നു. മോനോടെ? മുകളിലുണ്ട്. ആ, മോൻ ഉണർന്നില്ല ഇതുവരെ? ഉണർന്നു. പാല് കുടിച്ച് വീണ്ടും ഉറങ്ങി. എന്താ ചേച്ചി? എന്താ വല്ലാതെ? ഞാൻ ഇവിടുന്ന് പോവുക കുഞ്ഞെ. പോവുകയാണോ? എങ്ങോട്ട്? അത് കുറച്ചു മുമ്പ് വീട്ടിൽ നിന്ന് മോള് വിളിച്ചിരുന്നു. മോളുടെ അച്ഛന് ദണ്ണം ഒത്തിരി കൂടിയെന്ന് അവള് പറഞ്ഞത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? കൂടെ കൂടെ ഇങ്ങനെ വരാറുള്ളതാ. ഏതു നേരം ഒരേ കടപ്പല്ലേ. ഇനിയിപ്പോ ഞാൻ അടുത്തു തന്നെ ഉണ്ടാവണം. അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചോ? ദമയന്തി ചേച്ചി പോയാ ഞങ്ങളുടെ കാര്യം ആകെ കുഴയുമല്ലോ. അതും എനിക്കറിയാം. എന്നാലും എനിക്ക് പോയേ പറ്റൂ. ഇങ്ങനൊരവസ്ഥയിൽ ഞങ്ങൾക്ക് നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ എന്താ നന്ദേട്ട ചെയ്യ? ദമയന്തിയല്ലേ തീരുമാനിക്കേണ്ടത്. പോകാതെ പറ്റില്ല സാറേ. തീരെ നിവൃത്തിയില്ലഞ്ഞിട്ടാ. ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട സാറേ. ശമ്പളം വാങ്ങിയിട്ടല്ലേ ഉള്ളൂ. സാരമില്ല, ഇത് വെച്ചോളൂ. ഭർത്താവിന് മരുന്ന് വാങ്ങാനോ മറ്റെടുക്കാലോ. മടിക്കണ്ടെന്നേ, വാങ്ങിക്കോളൂ. മോനെ നല്ലോണം ശ്രദ്ധിച്ചോണേ. ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വരികയോ വിളിക്കുകയോ ചെയ്യണം കേട്ടോ. പാവം അതിന്റെ കാര്യം. നമ്മളുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വന്നതാ. അപ്പോഴേക്കും തിരിച്ചു പോയി. ഇനി മോന്റെ കാര്യം സങ്കടം. അവനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. ഇനി അടുക്കള പണിക്ക് കൂടി സമയം കണ്ടെത്തണമല്ലോ. ഗായത്രി ദേവിയാണോ? അതെ, ഗായത്രി ദേവിയാ. ആ മാഡം, ഇത് ഞാനാണ്, ചെല്ലപ്പൻ.
എന്താ സംഭവം കഴിഞ്ഞോ? മാഡം, അത് പിന്നെ ഓപ്പറേഷൻ നടന്നില്ല. ദമയന്തി കാല് മാറി. എന്നുവെച്ചാൽ അവളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ പണി മതിയാക്കി അവള് പോവുകയും ചെയ്തു. പോയെന്നോ? എങ്ങോട്ട് പോയെന്ന്? അതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തന്ന കാശോ? അത് പിന്നെ നമ്മൾ തമ്മിൽ കാശിന്റെ കാര്യം ഡീൽ ചെയ്തിട്ടില്ലല്ലോ. അഡ്വാൻസ് 10,000 രൂപ മാഡം നേരിട്ടല്ലേ അവൾക്ക് കൊടുത്തത്. അപ്പോ അത് തിരികെ വാങ്ങുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. താനെന്താ എന്നെ പൊട്ടം കളിപ്പിക്കുക? നേരിട്ടോ അല്ലാതെയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ അവൾക്ക് പണം കൊടുത്തത്. കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് മടക്കി തരണം. അല്ലെങ്കിൽ അതെനിക്ക് വാങ്ങാനും അറിയാം. സോറി മാഡം, ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ കൊടുത്ത കാശ് നിങ്ങൾ തന്നെ വാങ്ങിച്ചു. കുട്ടികൃഷ്ണ, എന്താ ചേച്ചി? വകയ്ക്ക് കൊള്ളാത്തവന്റെ വലിപ്പം പറഞ്ഞു മേലിൽ എന്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ നിൽക്കരുത്. കണ്ടുപിടിച്ച കേമനും കേമത്തിയൊക്കെ കിട്ടിയത് കൂടെ സ്ഥലം വിട്ടു. എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ.